ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നാടൻ ചക്ക വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെള്ളപ്പയർ വൻപയർ എന്നൊക്കെ പറയും. നമ്മളെ കറിക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഒരു പിടി, ഒരു കൈപ്പിടി അളവിൽ നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കറുത്ത നിറമാവല്ലേ, ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. നമ്മൾ ചക്കയുടെ കൂടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കയുടെ അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വറുത്ത് വന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 3/4 ഭാഗമായിട്ട് വെന്ത് കിട്ടും. അത്രയും വേവ് മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അല്ലേ. ഇപ്പോൾ 2 വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ടുണ്ടേ. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വേവായാൽ മതി. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചക്കയിലേക്ക് ഇടേണ്ട പൊടികൾ, നമ്മൾ നേരത്തെ പയറിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് എല്ലാതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, അതിന് പാകത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ചക്ക വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് അരമുറി തേങ്ങ, കുറച്ച് ജീരകം, ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടേ. അപ്പോഴേക്കും നമ്മൾ ചക്ക ഒരു വിസിൽ മതിയാവും കേട്ടോ. ഒറ്റ വിസിലടിച്ച് നമ്മൾ ചക്ക നല്ലപോലെ വെന്ത് കിട്ടും. ഇതേ ചക്കയൊക്കെ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടുള്ള ചക്കയിലേക്ക് ഇതുപോലെ ഒന്നും ആരും കൈയിട്ട് നോക്കരുതേ, ചിലപ്പോൾ കൈ പൊള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചക്ക ഉടഞ്ഞ് ഇനി നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത്രയും ഉടച്ച് കഷ്ണം ഇഷ്ടമില്ലാത്തവർക്ക് കറി ഇത്രയും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, പാകത്തിന് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത് കറിയോടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള വറവും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ. ചക്കക്കറിയിലേക്കൊക്കെ കുറച്ചധികം വറവിട്ട് കൊടുത്താൽ കറി ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ വറവും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിക്കൊന്ന് കറി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.